ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിമാരെ ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. രാഹുൽ ഗാന്ധി, കെ സുധാകരൻ എന്നിവരുടെ പേര് ഉൾപ്പെടുത്തിയുള്ളതാണ് പട്ടിക. രാഹുൽ മത്സരിക്കാനെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം അധ്യക്ഷ പദവിയിലിരുന്ന് മത്സരിക്കാനില്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ സുധാകരൻ അറിയിച്ചുവെങ്കിലും ആവശ്യം കമ്മിറ്റി തള്ളി. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തിലെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാൻ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിമാരെ നിലനിർത്തിക്കൊണ്ട് ഒറ്റപ്പേരുള്ള പട്ടികയാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തുന്നത്. കണ്ണൂരിലും വയനാട്ടിലും സുധാകരനും രാഹുൽ ഗാന്ധിയും തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. അധ്യക്ഷ പദവിയിലിരുന്ന് മത്സരിക്കാനില്ലെന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ സുധാകരൻ അറിയിച്ചിരുന്നു. പകരം കെ ജയന്തിന്റെ പേരും നിർദ്ദേശിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്ന് സുധാകരൻ മാറുന്നത് തിരിച്ചടിയാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ പേര് കമ്മിറ്റി ഹൈക്കമാൻഡിന് കൈമാറി. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ എത്തുകയെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഒരിക്കലുമില്ല, ഞങ്ങൾക്ക് ഇതുവരെയുള്ള വിവരം അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ്. ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് LDF ആണ്. അത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. സോഷ്യൽ ബാലൻസ് ഉണ്ടാവും. ഇവിടെയുള്ള സാധാരണ കോൺഗ്രസ് ഒരു പട്ടിക തയ്യാറാക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് അതിനകത്ത് വളരെ ശ്രദ്ധിക്കും. ആലപ്പുഴയിൽ മാത്രമാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. KC വേണുഗോപാൽ ഇല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പരിഗണന നൽകും. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായ തരംഗം സംസ്ഥാനത്തുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.